الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. صدق الله العظيم. كتب على ابن آدم نصيبه من الزنا مدرك ذلك فلا محالة. العينان زناهما النظر والأذنان زناهما الاستماع واللسان زناه الكلام واليد زناها البطش والرجل زناها الخطى. قال رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ ശഅബാനിന്റെ ഈ പ്രഭാതം നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കുമൊക്കെയും ഖൈറു ബറക്കത്തുകൾ നിറഞ്ഞതാക്കട്ടെ. റമളാനിനോടടുക്കുമ്പോൾ വിശുദ്ധി കൈവരിക്കുന്നത് വളരെ ആവശ്യമാണ്. വിശുദ്ധിയുടെ കാര്യം നമ്മുടെ ശരീരാവയവങ്ങളെ വിശുദ്ധപ്പെടുത്തുന്ന വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ശരീരത്തിലെ 7 സുപ്രധാന അവയവങ്ങളിലെ 2 അവയവങ്ങളെ കുറിച്ചിട്ടുള്ള പരാമർശമാണ് ബാക്കി. അത് കൈകളും കാലുകളുമാണ്. കൈകൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ അവയവമാണ്. വുളൂഇൽ നമ്മൾ കഴുകുമ്പോൾ ശ്രദ്ധിച്ച് കഴുകാൻ ആവശ്യപ്പെട്ട അവയവവും കൈകളാണ്. കൈകൾ മുട്ടുൾപ്പെടെ കഴുകണം. മുട്ടുഭാഗത്ത് തൊലികൾ ചുളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. ആ ചുളിവുകൾക്കുള്ളിൽ ഉൾപ്പെടെ എത്തും വിധം കൈകൊണ്ടൊന്ന് ഉരച്ച് ആ മുട്ടിൻ്റെ ഭാഗം ഒന്ന് വറക്കണം. അപ്പോഴേ വെള്ളം അവിടേക്ക് എത്തുള്ളൂ. ഇങ്ങനെ മാത്രമല്ല, ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും കൈകൾ വേണം. കൈയില്ലാതിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും തന്നെയാണ്. കൈകൾ ഒരു മനുഷ്യന്റെ മൊത്തം പ്രവൃത്തിയെ കൂടി ചാർത്തപ്പെടുന്ന ഒരു അവയവം കൂടിയാണ്. ഇപ്പൊ ഒരു കേസ് പിടിക്കപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചാനലിലും പത്രങ്ങളിലും ഒക്കെ വരുമ്പോൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ കണ്ടെത്തണം എന്ന് പറയുന്നു. പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ, കരം എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്. ഇതിന്റെ പിന്നിലെ കൈ ഏതാണ്, ആരെ കൈയൊക്കെ ഉണ്ട് എന്ന് നോക്കണം. അവിടെ ഇതിന്റെ പിന്നിൽ ഈ തെറ്റ് ചെയ്യാൻ കൂട്ടുനിന്നവർ ആരൊക്കെ ഉണ്ട്, ആ വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ വ്യക്തികൾ എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് കൈകൾ എന്നാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിന് ആലങ്കാരികമായി കൈകൾ ചെയ്തത് എന്നുള്ള പ്രയോഗം നടത്താറുണ്ട്. അതിൽപ്പെട്ട ഒരു ആയത്താണ് എന്ന് കേൾപ്പിച്ചത്, സൂറത്തുൽ അംഫാലിന്റെ ആയത്ത്. ذَلِكَ بِمَا قَدَّمَتْ أَيْدِيكُمْ وَأَنَّ اللَّهَ لَيْسَ بِظَلَّامٍ لِلْعَبِيدِ. ഇത് നിങ്ങളുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചതാണ്, അതിന്റെ തിക്തഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നല്ലാതെ അള്ളാഹ് ഒരാളെയും ലവലേശം അക്രമം ചെയ്യുന്നവനല്ല. നിങ്ങൾ ചെയ്തതിന്റെ തിക്തഫലം നിങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പൊ അത് പറയാൻ ഉപയോഗിച്ച വാക്കെന്താ? ذَلِكَ بِمَا قَدَّمَتْ أَيْدِيكُمْ, നിങ്ങളുടെ കൈകൾ മുമ്പ് ചെയ്തത് എന്നാ പറയുന്നത്. അപ്പൊ ഈ കൈകൾ എന്ന് പറയുന്നത് ശരീരത്തെ മൊത്തം ഉദ്ദേശിച്ചുകൊണ്ട് പറയാൻ വരെ ഉപയോഗിക്കുന്ന വാക്കാണ് ചുരുക്കം. എന്നാൽ കൈകൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ സൂക്ഷിക്കണം, കാതുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കൈകൾ കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ സൂക്ഷിക്കണം എന്ന് പറയണോ? ആ തെറ്റുകളെ കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, മനുഷ്യൻ അവർക്ക് വിഹിതമാക്കപ്പെട്ട വ്യഭിചാരം അതുമായിട്ട് അവൻ ബന്ധപ്പെട്ട് കഴിയും.
എല്ലാ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള വ്യഭിചാരങ്ങളുണ്ട്, അതവൻ ചെയ്യും. എന്താണ് ആ വ്യഭിചാരം? കണ്ണ്, അതിന്റെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കുക എന്നുള്ളതാണ്. രണ്ട് കാതുകൾ, അതിന്റെ വ്യഭിചാരം അനാവശ്യമായത് കേൾക്കുക എന്നുള്ളതാണ്. നാവ്, അതിന്റെ വ്യഭിചാരം അനാവശ്യം സംസാരിക്കുക എന്നുള്ളതാണ്. കൈകൾ, അതിന്റെ വ്യഭിചാരം ഹറാമായത് എടുക്കുക, പിടിക്കുക എന്നുള്ളതാണ്. അതിന്റെ വ്യഭിചാരം നടന്നു പോവുക എന്നുള്ളതാണ്. അനാവശ്യമായ സ്ഥലങ്ങളിലേക്ക് നടക്കുക എന്നുള്ളതാണ് കാലിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ. ഈ അവയവങ്ങളിൽ നിന്ന് അരുതായ്മകൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു വേശ്യാവൃത്തിയായി, ഒരു വ്യഭിചാരമായി ആണ് ഉണ്ടാക്കുന്നത്, വിശേഷിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിലെ സുപ്രധാനങ്ങളായ അവയവങ്ങളെ കൊണ്ട് ഉണ്ടായിത്തീരുന്ന അനർത്ഥങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ കൈകളും കാലുകളും സംരക്ഷിക്കപ്പെടണം. സൂക്ഷ്മത ആ അവയവങ്ങളുടെ ഉപയോഗത്തിലും ഉണ്ടാകണം. കൈകൾ കൊണ്ട് എന്താ ചെയ്യേണ്ടത്? കൈകളുടെ പ്രവർത്തനം ദാനധർമ്മങ്ങൾ ചെയ്യുന്നിടത്തിൽ നിന്റെ കൈ ചുരുട്ടിപ്പിടിക്കുന്നതിന് പകരം പരന്ന് കിടക്കട്ടെ, വിശാലമാകട്ടെ. ഈ വിശാലമാക്കുക എന്നുള്ളത് കൈകൊണ്ട് നമ്മൾ ചെയ്യുന്ന സദ്വൃത്തികളാണ്. നിന്റെ സഹോദരനെ അവന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു കൊടുക്കുക, അതിന് നമ്മുടെ കൈകൾ ആവശ്യമുണ്ട്. ചിലപ്പോൾ ലോഡ് എടുത്തോണ്ട് അവരുടെ തലയിലേക്ക് താങ്ങി വെച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ സാധനം നമ്മൾ എടുത്തുകൊണ്ടുപോയി അവന്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കേണ്ടി വരും. ഇതിനൊക്കെ കൈകളുമാണ്. അപ്പൊ ഇങ്ങനെ കൈകൊണ്ട് നമ്മുടെ മറ്റു സഹോദരനെ സഹായിക്കുക. അറിവും എഴുതുക, അറിഞ്ഞ കാര്യങ്ങൾ എഴുതി വെക്കുക, അതിനും കൈ വേണം. എന്റെ ദീനിനു കൂടി സഹായകമാകുന്ന വിധത്തിൽ ആ നിയ്യത്തിൽ ഹലാലായ തൊഴിൽ ചെയ്യുക, അതിനും കൈ വേണം. കൈക്കോട്ടെടുത്തിട്ട് കൊത്തേണ്ടി വരും, അല്ലെങ്കിൽ കൈകൊണ്ട് വേറെ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും, തൊഴിലെടുക്കേണ്ടി വരും. ഈ തൊഴിലെടുക്കുക എന്നുള്ളതെല്ലാം കൈകൊണ്ട് നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളാണ്, നന്മകളാണ്. അതേ സമയത്ത് കൈകൊണ്ട് സഹോദരനെ അടിക്കരുത്, അവന്റെ സ്വത്ത് അടിച്ചെടുക്കരുത്, അനുവദനീയമല്ലാത്തത് പിടിക്കരുത്. ഇതെല്ലാം കൈകൊണ്ട് ചെയ്യുന്ന ദൂഷ്യങ്ങളാണ്. ശരീഅത്തുൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ലൈംഗികാവയവം, ആ അവയവം നമ്മളതിന്റെ ഉപയോഗം കഴിഞ്ഞ് കഴുകി ശുദ്ധിയാക്കും. മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് കഴുകി ശുദ്ധിയാക്കും. ഈ സമയത്തൊക്കെ ഉപയോഗിക്കുന്നത് ഇടത് കൈയാണ്, വലത് കൈയല്ല. അവിടെ ശരീഅത്തിന്റെ നിയമം പഠിപ്പിച്ചു. പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ലൈംഗികാവയവം തൊടേണ്ടി വന്നാൽ, പിടിക്കേണ്ടി വന്നാൽ അതിന് വലത് കൈ കൊണ്ട് പിടിക്കരുത്, ഇടത് കൈ കൊണ്ട് പിടിക്കണം. അങ്ങനെ കുറച്ച് നിയമമുണ്ട്. അപ്പൊ അതുപോലെ എല്ലാത്തിനും ശരീഅത്തുൽ ഇസ്ലാമിൽ ചില കാഴ്ചപ്പാടുകളുണ്ട്, നിയമങ്ങളുണ്ട്. അപ്പൊ കൈകളെ കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ കൈ കൊണ്ട് വലതാണെങ്കിലും ഇടതാണെങ്കിലും ആ കൈ കൊണ്ട് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുക. ആ കൈകളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് അത് ഒഴിവാക്കുക. ഇതാണ് കൈകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. കാലുകളും ഇതുപോലെ തന്നെ നിന്റെ കാലുകൾ ഉപയോഗിച്ച് ഹറാമായതിലേക്ക് നീ നടക്കാതിരിക്കണം, സൂക്ഷിക്കണം. അത് ഔ മഅസിയത്തിന്, എന്തെങ്കിലും തെറ്റായ കാര്യത്തിലേക്ക് വേണ്ടി നിന്റെ കാല് ഉപയോഗിച്ച് നടക്കണ്ട. ഔ ഇആനത്തിൻ അലാ ബാത്തിലിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേണ്ടാത്ത കാര്യത്തിന് ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ വേണ്ടി, ഒരു കള്ളത്തരത്തിന് കൂട്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊന്ന് അടിച്ച് ശരിയാക്കാൻ വേണ്ടി, ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും നീ നടന്നു പോകരുത് എന്ന് പറഞ്ഞാൽ നിന്റെ കാല് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ഔ ഇലാ ലഹുവിൻ വലഅബിൻ, കളി വിനോദങ്ങൾക്ക് വേണ്ടി നടന്നു പോകുന്നത്, അതും കാലുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ്. കളി വിനോദങ്ങൾ കൂടിയിട്ടുണ്ടല്ലോ. ഓനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമോ ഉപകാരമോ ഒന്നുമില്ല.
ഒരു ഹൈറും ഇല്ല, ഒരു ഉപകാരമില്ല. അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി വെറുതെ ഇവൻ നടന്നു പോയി സമയം വെറുതെ കളയണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ കാലുകൾ ഉപയോഗിക്കുമ്പോൾ ആ കാലുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. അതേ സമയത്ത് അറിവ് നേടാൻ വേണ്ടി നടക്കുക, പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നടക്കുക, സ്വാലിഹീങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി നടക്കുക. നല്ല ആബിദായ ഒരു മനുഷ്യനുണ്ട്, ഞാൻ ഊപ്പറൊന്ന് കണ്ടിട്ട് ദ്വാരിപ്പിക്കട്ടെ, അതിനു വേണ്ടി നടക്കുക. അല്ലെങ്കിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ മറവിട്ട് കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഖബറിൽ ഒന്ന് ചെന്ന് അവർക്ക് സലാം പറഞ്ഞ് അവരുടെ ഖബറിൽ വെച്ച് അവരുടെ ഗുണത്തിന് വേണ്ടിയും നമ്മുടെ ഗുണത്തിന് വേണ്ടിയും ദ്വാരിക്കുക. അതിനു വേണ്ടിയിട്ട് അവരുടെ ഖബറും പുറത്തേക്ക് പോവുക, ഇങ്ങനെ നടന്നു പോവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ സഹോദരന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഓൻ്റെ ഒരു മോളെ കല്യാണമുണ്ട്, മോൾക്കൊരു പുതിയാപ്പിള നോക്കാൻ വേണ്ടി കൂടെ പോകാൻ പറഞ്ഞു, നല്ലൊരു കാര്യമാണ്. നിശ്ചയത്തിന് പോകാൻ പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങൾ. പുതിയാപ്പിള പറഞ്ഞു കൂട്ടുകാരനോട്, നീ എൻ്റെ കൂടെ ഒന്ന് ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷത്തിന് വരണം, നല്ല കാര്യമാണ് മോനെ. പക്ഷെ അതിപ്പോ ആഭാസമായി മാറുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അതേ സമയത്ത് നല്ല കാര്യത്തിന് വേണ്ടി നമ്മുടെ സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ നടക്കുക, രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി നടക്കുക, ജനാസ ഏറ്റിക്കൊണ്ട് നടക്കുക, അറിയാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മുടെ കാലുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതിനാണ് പുണ്യം. അപ്പൊ നമ്മുടെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും കാലുകൊണ്ട് നടക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്, ഈ കാലുകൊണ്ട് നടക്കാൻ പറ്റാത്തതും പറ്റുന്നതുമുണ്ട്. അതുകൊണ്ട് എൻ്റെ കൈകളും എൻ്റെ കാലുകളും അനുവദിക്കപ്പെട്ടത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള ഒരു ദൃഢത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അപ്പോഴാണ് അവയുടെ സംരക്ഷണം രൂപപ്പെടുന്നത്. മൊത്തത്തിൽ നമ്മുടെ അവയവങ്ങളെല്ലാം നമ്മൾ നന്നായി സൂക്ഷിക്കണം. നല്ലതിനു വേണ്ടി ഉപയോഗിച്ചാൽ നമ്മൾ ആരായി? നന്ദിയുള്ളവരായി. ഇല്ലെങ്കിലോ നമ്മൾ നന്ദി കെട്ടവരും നിഷേധികളും, അള്ളാഹു ഏൽപ്പിച്ച അമാനത്തിൽ അള്ളാനെ വഞ്ചിച്ചവരുമാകും. അള്ളാഹ് ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ ഈ ശരീരാവയവങ്ങളെല്ലാം. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ മോശപ്പെട്ടതിന് വേണ്ടി ഉപയോഗിച്ചാൽ നമ്മൾ ആരെ വഞ്ചിക്കലായി? അള്ളാഹുവിനെ വഞ്ചിക്കലായി. فإن الجوارح من الأمانات التي ائتمنك عليها ربك. നിന്റെ റബ്ബ് നിന്നെ വിശ്വസിച്ച് നിന്നെ ഏൽപ്പിച്ച വസ്തുക്കളാണ് നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ. അള്ളാന്റെ അമാനത്താണ്. അള്ളാന്റെ അമാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വഞ്ചന കാണിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ഓർമ്മയിലും ശ്രദ്ധയിലും ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നിയന്ത്രണം വരും, സംരക്ഷണം കിട്ടും. ഈ സംശുദ്ധി നമ്മൾ ജീവിതത്തിൽ നിലനിർത്തിയാൽ വരാനിരിക്കുന്ന റമദാൻ പോലെയുള്ള ഓരോ പൂക്കാലങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആഖിറത്തിലേക്ക് സമ്പാദ്യമുണ്ടാക്കാൻ നമുക്കതുകൊണ്ട് സാധിക്കും. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും ഞങ്ങളുടെ ശരീരാവയവങ്ങൾക്കുമെല്ലാം നന്മയിലായി നിലനിർത്തിക്കൊണ്ടുള്ള സുരക്ഷയും സംരക്ഷണവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ ഇഷ്ടപ്പെടാത്ത അരുതായ്മകളിലേക്ക് ഞങ്ങളുടെ അവയവം ഉപയോഗപ്പെടുന്ന വിധം ഞങ്ങളുടെ ജീവിതം വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും നീ നല്ലവരാക്കണേ അല്ലാഹ്. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.